ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മോളോസിന്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? സന്തോഷമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സന്തോഷവും സുഖവും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. ഇന്നലെ വരെ ആകപ്പാടെ ഡൗണും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ആയിരുന്നു. കാരണം നമ്മൾ എന്നാ പറയുക, ഹൃദയമുള്ളവർക്ക് ശകലെങ്കിലും മനസ്സിൽ നന്മയുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ വേദനകളിൽ കൂടെ കടന്നു പോയവർക്കൊക്കെ വേദന വരുന്ന ഒരു കാഴ്ചകളായിരുന്നു ഈ 2-3-4 ദിവസമായിട്ട് നമ്മൾ നേരിട്ടോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സങ്കടവും വിഷമവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് 2 ദിവസം വീഡിയോ കൊണ്ട് വന്നില്ല. 3-ാമത്തെ ദിവസം നിങ്ങളുടെ അടുത്തോട്ട് കരഞ്ഞു, സങ്കടപ്പെട്ടൊക്കെ വന്നു. എന്നാ ചെയ്യുന്നേ, നമ്മൾ മനുഷ്യരല്ലേ. നമ്മുടെ എന്നാ വിചാരവും വികാരവും കാര്യങ്ങളും അങ്ങനെയെല്ലാം ഉള്ള ഒരു ഇതല്ലേ നമ്മൾ. അപ്പം ചിലപ്പോൾ നമുക്ക് ഭയങ്കര താങ്ങാനാകാത്ത വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ വരും. നമുക്ക് മറ്റുള്ളവരുടെ വേദനയാണെങ്കിലും അത് നമ്മുടേതെന്ന് കാണുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ ഒരു നൊമ്പരമൊക്കെ തോന്നും. അതുകൊണ്ടാണ് കേട്ടോ, അറിയാണ്ടൊക്കെ നിങ്ങളെ വിഷമിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു, സോറി കേട്ടോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ അവിടെ മരിച്ചിടക്കൊക്കെ കഴിഞ്ഞ് പോയിട്ട് വന്ന് കുളിച്ച് പിറക്കി, പിന്നെ ഇച്ചിരി നേരം ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു, പ്രാർത്ഥിച്ചു, വിളക്കൊക്കെ കത്തിച്ചു. താഴെ പോയി ലൈറ്റ് ഇടാമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേനും ഇരുട്ടായി. പിന്നെ പുറത്ത് സിറ്റൗട്ടിലുണ്ടോ അവരുടെ സ്വിച്ച് ബോർഡെന്ന് എനിക്ക് കൺഫ്യൂഷനായി. ഇനി ഇരുട്ട് ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ അതും ഒരു ഇതാവുമല്ലോ എന്നൊക്കെ ഓർത്ത് പിന്നെ ഞാൻ ലൈറ്റ് ഇടാനൊന്നും പോയില്ല. പക്ഷെ ഇന്നലെ സന്ധ്യ കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു നിശബ്ദതയും ഭയങ്കര ഒരു ഇരുട്ടും. സാധാരണ ലൈറ്റൊക്കെ അവർ ഈ സൈഡിലും കൂടെ ലൈറ്റ് ഇടുവേ, അപ്പം നല്ല വെട്ടവും പ്രകാശം. അതുപോലെ കുഞ്ഞുങ്ങളുടെ സൗണ്ട് എപ്പോഴും കാണും. അതൊന്നും ഇല്ലാതെ ആകെപ്പാടെ ഒരു ഇതായിരുന്നു. അതിൻ്റെ കൂടുതൽ ചേട്ടായിക്ക് ഒരു കയറി താമസം. ചേട്ടായി 9 മണിയായി വന്നു. പല ചേട്ടായി 7-8 അങ്ങനെ ചേട്ടായി നേരത്തെ സന്ധ്യ തന്നെ വരുമല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇതില്ല. പക്ഷെ ഇന്നലെ അങ്ങനെയൊക്കെ കൂടെ ഞാൻ കുറച്ച് സമയം കൊണ്ട് തന്നെയൊക്കെ ഇരുന്നപ്പോൾ ആകെപ്പാടെ ഡൗൺ ആയിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു. ചേട്ടായി വന്നിട്ട് ചേട്ടായിയോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ചേട്ടായിക്ക് ഫുഡ് കൊടുത്തപ്പോഴും എല്ലാം ഫുഡ് കഴിച്ചില്ല. ഞാൻ പിന്നെ കാച്ചിട്ട് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ചേട്ടായി എടുത്തുകൊണ്ട് വന്ന് ഒരു പീസ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വന്നിരുന്ന് കഴിച്ചു. അന്നേരം ചേട്ടായിയോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണെങ്കിലും എനിക്ക് കരച്ചിലും സങ്കടവും വിഷമവും എനിക്കറിയത്തില്ല, ഭയങ്കര ഒരു വിഷമം. കാരണം ഞാൻ ആ ഒരു സാഹചര്യത്തിലൂടെ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. എന്നിട്ടും നമ്മൾ ഒത്തിരി കഷ്ടതയും ത്യാഗവും ബുദ്ധിമുട്ടും ഒക്കെ സഹിച്ചെങ്കിലും നമുക്ക് വേദനകൾ ജീവിതത്തിൽ ഓരോ രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര വേദന. അപ്പം ഞാൻ ചിന്തിക്കുന്നു, ഇനി ഇവരെങ്ങനെ ജീവിക്കും, എങ്ങനെ മുമ്പോട്ടേക്ക് പോകും എന്നൊക്കെ ഉള്ള അങ്ങനെ കടന്നു കയറി ചിന്തിക്കുന്ന ഒരു സ്ത്രീയും കൂടിയാണ് ഞാൻ. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയും വിഷമവും കാര്യങ്ങളൊക്കെ. പിന്നെ ചേട്ടാ പറഞ്ഞ സാരമില്ല ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. ഉറങ്ങാനാണേലും വലിയ കാര്യമായിട്ടൊന്നും പറ്റുന്നൊന്നും ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ എട്ടപ്പോൾ ഞാൻ വിചാരിച്ചു തൊഴിലുറപ്പുണ്ട്, ഇന്നലെ പോകാൻ പറ്റിയില്ല, എന്തായാലും ഇന്ന് പോയേക്കാന്നൊക്കെ കരുതി തൊഴിലുറപ്പിന് കയറി ചെന്ന് കേട്ടോ. കയറി ചെന്നപ്പോൾ നമ്മുടെ ചേച്ചിമാരും ചേച്ചിക്കുട്ടികളും അമ്മമാരും എല്ലാവരും ചേട്ടന്മാരും എല്ലാം നമുക്ക് കട്ട സപ്പോർട്ടാണ്. നമ്മളെ ഒരു പറ്റം സ്നേഹം കൂടെന്ന് തന്നെ പറയാം കേട്ടോ. അത്ര സ്നേഹമായിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റിനുമുള്ളത്. അപ്പം നമ്മുടെ മുഖം ഒന്ന് സങ്കടപ്പെട്ടാലോ അല്ലെങ്കിൽ നമുക്കൊരു വിഷമമാണല്ലോ, ഇന്നലെ മരിച്ചെടുത്ത് പോയേക്കുമായിരുന്നു എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും ചോദിക്കുകയും പറയുകയും ഞാൻ എൻ്റെ കണ്ണൊക്കെ നിറയുന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ മോനെ അത് അങ്ങനെയല്ലേ, ദൈവ നിശ്ചയമല്ലേ, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മളെ ചേർത്ത് പിടിക്കാനും ഒരാശ്വാസവാക്ക് പകരാനും ഒക്കെ ആൾക്കാരുള്ളതുകൊണ്ടല്ലോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ടും ഇങ്ങനെ ചിരിച്ച് സന്തോഷത്തോടെ തന്നെ വന്നേക്കാണ് കേട്ടോ. അപ്പം തൊഴിലുറപ്പിനൊക്കെ പോയി പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിച്ചു. പിന്നെ ഇനി ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കണം. ചായ ഒന്നും ഇട്ട് കുടിച്ചില്ല. അതിന് മുമ്പായിട്ട് ഞാൻ ഓർത്തുന്ന ഇൻട്രോ ഒക്കെ എടുത്തേക്കാം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി വീഡിയോ ഒക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇന്ന് എന്തെങ്കിലും കാര്യമായിട്ട് ചേട്ടായിക്ക് ഇച്ചിരി ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. കാരണം സത്യം പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് നമ്മുടെ വീട്ടിൽ നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലെന്ന് തന്നെ പറയാം. കാരണം തൊട്ട വീട്ടിലല്ലേ ഇത്രയും വിഷമവും സങ്കടവും കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയങ്കര വേദനയും സങ്കടമായിരുന്നു. അതിൻ്റെ ഒപ്പം നമ്മളും പങ്കുചേർന്നു. അപ്പോൾ ഇന്ന് ചേട്ടാ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കി വെക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നാണെങ്കിൽ നമ്മുടെ ബെറ്റി ചേച്ചിയുടെ മോൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ സംഘത്തിലുള്ള ഒരു ചേച്ചിക്കുട്ടിയുടെ മോൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചതിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 2:30-ക്കായിരുന്നു ചെല്ലണമെന്ന് പറഞ്ഞാൽ എനിക്കതിന് പോകാൻ പറ്റിയില്ല. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ തൊഴിലുറപ്പിന് പോയപ്പോൾ ഞാൻ എല്ലാവരോടും പറയുകയും ദൈവമേ ആ അച്ഛനും അമ്മയ്ക്കും സഹിക്കാനുള്ള ശക്തി എല്ലാം കൊടുക്കണേ ദൈവമേ എന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ അതിനെക്കുറിച്ച് സംസാരിച്ചു. എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും കേട്ടോ. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെയും ഫലവും പിന്നെ ഓരോ മനുഷ്യരുടെയും പ്രാർത്ഥനയുടെ ഫലവും ഒക്കെ കൊണ്ട് അൻസരമോളും രജനിയൊക്കെ ഓക്കെ വരുന്നു. ലതയും കുഞ്ഞുങ്ങളും അവരുടെ വെളിച്ചനോട് ഇങ്ങ് വന്നു. ചേച്ചിയും ഒക്കെ അവരുടെ വീട്ടിലാണ് കേട്ടോ, രജനിയുടെ അടുത്താണ്. എന്തായാലും നമ്മൾ എന്ത് വന്നാലും നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ ജീവിതത്തിൽ.
അതിൻ്റെ എനിക്ക് കിട്ടുന്ന ഓരോ ഇത് കേൾക്കുമ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതം തോന്നും. എനിക്കിത് സഹിക്കാൻ എങ്ങനെയാണ് തമ്പുരാൻ ശക്തി തരുന്നത്. നമുക്ക് സഹിക്കാൻ ശക്തിയുള്ളവർക്കുണ്ടല്ലോ ദൈവം തുടരെ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ തരും, നമ്മൾ തള്ളിപ്പറയുമോ എന്നൊക്കെ പറയാൻ. അത് ബൈബിളിനകത്തൊരു കഥയുണ്ട്, നിങ്ങൾക്കൊക്കെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും. കുഷ്ഠരോഗം കൊടുത്തു, മക്കളെ എല്ലാത്തിനെയും തിരിച്ചെടുത്തു, മക്കളെ ഇഷ്ടം പോലെ കൊടുത്തു, ആടുമാടുകളെ കൊടുത്തു, സ്വത്ത് കൊടുത്തു, വീടും പണവും എല്ലാം കൊടുത്തു, എല്ലാം ലാസ്റ്റ് തിരിച്ചെടുത്തു. അപ്പം ഭാര്യയും മക്കളും എല്ലാവരും ഉപേക്ഷിച്ചു, കുഷ്ഠരോഗിയായി. അപ്പോഴും ദൈവത്തെ തള്ളിപ്പറയുമെന്ന് പരീക്ഷിച്ചേ എന്ന് പറഞ്ഞതിനൊരു സമമാണ് എൻ്റെ ഒരു ജീവിതം ഇപ്പൊ പൊക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും നമുക്കിങ്ങനെ തോര കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ ഒന്നിനും പ്രതികരിക്കാതിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഭയങ്കര വലിയ തെറ്റിൻ്റെ കൂമ്പാരമാണ് എന്നൊക്കെ ഉള്ള വ്യാജേനയുള്ള കഥകളും കാര്യങ്ങളൊക്കെ. എന്നെ അറിയാവുന്ന പോണക്കാണ് ഓരോരുത്തരും ഇരുന്ന് പറയുന്നത്. എന്നെ ഒരു അറിയോ എന്തെങ്കിലും അറിയാത്തവരാണോ ഈ പറയുന്നത് അറിയില്ല. എന്തെങ്കിലും ആവട്ടെ, കുറേ കാര്യങ്ങളും കുറേ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഗോപിച്ചേട്ടൻ്റെ അടുത്ത മരണത്തിൻ്റെ അന്നാണെങ്കിലും ഇപ്പം മരിച്ചെന്ന് അറിഞ്ഞപ്പോഴാണെങ്കിലും അതിൻ്റെ പിറ്റേ 3 ദിവസം ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂട്യൂബും വാട്സപ്പും ഒന്നും നോക്കിയിട്ടില്ല. വാട്സപ്പൊക്കെ ഒത്തിരി പേര് മെസ്സേജ് ഇട്ടിട്ട് തിരിച്ച് ഞാൻ റിപ്ലൈ കൊടുക്കാഞ്ഞിട്ട് എനിക്ക് കോളുകളും തരുന്നു എന്നുള്ളത്. ചേട്ടായി 5-6 കോളൊക്കെ എടുത്തത് സത്യം പറഞ്ഞാൽ. നമ്മുടെ യൂട്യൂബിൻ്റെ ആൾക്കാരും ഉണ്ട്, നമ്മുടെ ഫാമിലി വീട്ടിൽപ്പെട്ടവരുണ്ട്, ശാന്തജി അവർ അങ്ങനെ ഒത്തിരി പേര് ചേച്ചിമാരും ഒക്കെ സിന്ധുവും ഒക്കെ വിളിച്ചിട്ടും കിട്ടിയിരുന്നില്ല, വാട്സപ്പിൽ മെസ്സേജ് കണ്ടില്ല എന്നൊക്കെ പറയണ്ട. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫോണിനകത്ത് ആക്റ്റീവ് അല്ലായിരുന്നു ഒരു 2-3 ദിവസം. അപ്പോൾ എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ അറിയാനും കേൾക്കാനും ഒന്നും പറ്റിയില്ല. പക്ഷെ ഇന്നും ഇപ്പോൾ എൻ്റെ അകത്ത് കുറച്ച് കമൻസ് ഒക്കെ കണ്ടു. പിന്നെ വേറെ യൂട്യൂബ് എടുക്കുമ്പോഴത്തേനും ഭയങ്കര ഇതിൽ ഒരു വ്യക്തിയുടെ പേരും പറഞ്ഞു ഭയങ്കര മോശം വീഡിയോസ്, നല്ല വീഡിയോസ്, അതിനൊക്കെ പറയുന്നത് ഈ റിയാക്ഷൻ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയുടെ കണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്നതാണോ എന്തോ നടക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല സത്യം. എന്തായാലും ഞാനൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാം. കാരണം തൊഴിലുറപ്പിലൊക്കെ പോട്ടെ, നമ്മൾ എല്ലും മുറിയെ കഷ്ടപ്പെട്ടതുണ്ടോ, കൈശാലം മുറിഞ്ഞിരിക്കുക. എല്ലും മുറിയെ കഷ്ടപ്പെട്ടാൽ പല്ലും മുറിയെ തിന്നാന്ന് പറഞ്ഞു നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടാൽ നമ്മൾ ജീവിക്കുന്നത്. അല്ലാണ്ട് അയ്യോ എൻ്റെ അക്കൗണ്ടിലോട്ട് 1 രൂപയിലും വിടണേ 2 രൂപയിലും വിടണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുമോ? നിങ്ങൾ ഒരു വ്യക്തിയോടെങ്കിലും ഒരാൾ മതി, ഒത്തിരി ഒന്നും വേണ്ട, പ്രൂഫ് സഹിതം വേണം കേട്ടോ. കാരണം ഞാൻ പൈസ മേടിച്ചതിനോടുള്ള തെളിവ് സഹിതമൊക്കെ വേണ്ട. അല്ലാണ്ട് ഞങ്ങളോട് മേടിച്ചത് പറഞ്ഞിട്ട് വന്നാൽ കാര്യമില്ല. അല്ലാണ്ട് 1 രൂപയെങ്കിലും നീ എന്നോട് ഇങ്ങനെ ചോദിച്ചില്ല, നിൻ്റെ അക്കൗണ്ടിലോട്ട് ഈ അക്കൗണ്ടിലോട്ട് ഞാൻ അയച്ചു തന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് പറയാമെങ്കിൽ ഞാൻ അങ്ങനല്ല. ഞാൻ കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നത്. എൻ്റെ ചേട്ടായി ആണെങ്കിലും ഞാനാണെങ്കിലും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. അതിപ്പം തൊഴിലുറപ്പിന് ഇറങ്ങി അമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെക്ക് ഇത് കണ്ടായിരുന്നു. ചിലരുടെ ഇതിനകത്തൊക്കെ കമൻസൊക്കെ കണ്ടത് എനിക്ക് ഓരോരുത്തർ എന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തൊരു പണിയാണല്ലോ അതിന് അന്തസ്സും അഭിമാനമുള്ള പണിയെന്നാണ് ഞാൻ കാണുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണിയാണ്, അത് ശമ്പളം പിടിക്കുന്നതിന് അഭിമാനക്കുറവൊന്നും എനിക്ക് തോന്നുന്നില്ല. പണ്ടും ഞാൻ എല്ലാവരുടെയും അടുക്കളപ്പണി അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല. അലക്കും, മറ്റുള്ളവരുടെ വിഴുപ്പലക്കിയും മറ്റുള്ളവരുടെ കഞ്ഞിക്കലും കറിച്ചട്ടിയും എല്ലാം തേച്ച് കഴുകിയും എല്ലാവരുടെയും പശുവിന് പുല്ലും ചെത്തി അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വളർത്തിയതും ഞാൻ ജീവിച്ചതും. അതുകൊണ്ട് എനിക്കിതൊന്നും വലിയ ഇതായിട്ടൊന്നും തോന്നുന്നില്ല. എൻ്റെ കാര്യങ്ങളെല്ലാം ദൈവം ഭംഗിയായിട്ട് ഓരോ ദിവസവും നടത്തി തരുന്നുണ്ട്. നമ്മളെ അറിയാത്ത, നമ്മളുടെ ആരുമല്ലാത്ത ആരെങ്കിലും ഘോരം അത് അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പ്രസംഗിച്ചുകൊണ്ടിരുന്നാലൊന്നും നമുക്കതൊന്നും ബാധകമല്ല, അതൊന്നും എന്നെ ഏശത്തുമില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. ഞാനൊരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വരട്ടെ, എന്നിട്ട് പറയാം കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇച്ചിരി എനർജിയൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചിരിക്കുന്ന മുഖമാണ്, സന്തോഷമുള്ള വീഡിയോ ആണ്, സന്തോഷമുള്ള മുഖമാണ് സിന്ധുമ്മയുടെ ഞങ്ങൾക്ക് കാണാനായിട്ട് ഇഷ്ടം. സിന്ധുമ്മയുടെ മുഖം കാണുമ്പോൾ ഞങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയാണ്, പോസിറ്റീവ് വൈബാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരുണ്ട്. ഒത്തിരി പിള്ളേർ സെറ്റാണെങ്കിലും എൻ്റെ ചേച്ചിക്കുട്ടികളാണെങ്കിലും മോളെ നിന്നെ ഇന്ന് കാണാനായിട്ട് ഞങ്ങൾ നോക്കിയിരുന്നു. ഒരു ദിവസം വീഡിയോ ഇടാന്നപ്പോൾ വന്ന മെസ്സേജുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതൊക്കെ ഇപ്പോഴാണ് എടുത്ത് നോക്കുന്നത് കേട്ടോ. സമയം ഇല്ല ഈ അല്ല എനിക്ക്. പക്ഷേ ഒരു മനസ്സിനൊരിതില്ലായിരുന്നു സത്യം പറയാലോ. ഞാൻ ഇപ്പം എന്നെ കുറേ കാലങ്ങളായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കത്തിച്ചൊന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞാൽ ഞാൻ TV ഒന്ന് ഓണാക്കും. TV ഓണാക്കിയിട്ട് സാന്ത്വനം 2 കാണും. അതുപോലെ തന്നെ ഒരു വേറെ ഉണ്ടല്ലോ, ഒരു സച്ചിയുടെയൊക്കെ അതും കാണും. ഉറപ്പായിട്ടും സാന്ത്വനം കാണും. മറ്റേത് കാണാൻ പറ്റുവാണെങ്കിൽ കാണാം. അതിനിടയ്ക്ക് ചേട്ടായി വരുമോ അല്ലെങ്കിൽ വീഡിയോയുടെ പണിയൊക്കെ ആണെങ്കിൽ ചിലപ്പം ഇച്ചിരിയൊക്കെ പെൻഡിങ്ങൊക്കെ വരുത്തും. അങ്ങനെ പോയിട്ട് ഞാൻ TV പോലും 3-4 ദിവസമായിട്ട് ഓണാക്കിയിട്ടേ ഇല്ല.
പിറ്റേ ദിവസം ഇതൊന്ന് കാണാനായിട്ട് ഒരു ആകാംക്ഷ ഉണ്ടല്ലോ. പക്ഷേ അതുപോലും എൻ്റെ മനസ്സിലായിരുന്നു, TV ഓണാക്കിയിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം എന്നെ അച്ചുക്കുട്ടൻ്റെ കടയുടെ ഇതിൻ്റെ ഇട്ടതാണ്. അതിനകത്തൊക്കെ കുറച്ച് കമൻസൊക്കെ വന്ന് ഞാൻ എന്നാ അനുസരണമോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നായിരിക്കും ചിലപ്പോൾ ഹാർട്ടിലേക്ക് കൊടുക്കുന്നത്. അല്ലാണ്ട് ഞാൻ അതാണേലും കാര്യമായിട്ട് ഇരുത്തി വായിച്ചു ഒരു കമൻസ് കൊടുക്കും നോക്കുമോ ഒന്നും ചെയ്തിട്ടില്ല. ദൈവസാക്ഷിയായിട്ടും അതാണ് സത്യം. ഭഗവാന്റെ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചിട്ട് വന്നിരുന്ന് പറയുന്ന കാര്യമാണ്. അപ്പം ഇന്ന് വേണ്ടേ നമ്മുടെ കമൻറ്റിനകത്ത് 1-2 കമൻറ്റ് ഞാൻ കണ്ടു. പിന്നെ അതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയ ഒരു കമൻറ്റ് ഞാൻ കണ്ടു. അത് ഡെന്ന സുനിൽ എന്ന് പറഞ്ഞ ഒരാളാണ് ഇട്ടേക്കുന്നത്. ഡെന്ന സുനിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറഞ്ഞത്, ആദ്യം മുതൽ ഉള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതലുള്ള പണ്ട് മുതലുള്ള വീഡിയോ കാണുന്ന, ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്ന സമയം മുതലുള്ള ഒരു വീഡിയോ പോലും കാണാതെ അതിനുള്ള കമൻസ് പറയുകയും പിന്നെ നല്ല നല്ല കാര്യത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഡെന്ന സുനിൽ. അത് കഴിഞ്ഞ് എന്നാ പറയുന്നത്, എല്ലാം ചെന്നഭിന്നമായി ചേറി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാമായി എൻ്റെ വിവരമൊന്നും അറിയാണ്ടൊക്കെ ആയപ്പോൾ ഇപ്പോൾ ഭയങ്കര ഷോക്കൊക്കെ ആയി. അത് കഴിഞ്ഞ് ഞാൻ ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോഴും അന്നത്തെ ഒരു സ്നേഹത്തോടെ തന്നെ എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തികളുടെ കൂട്ടത്തിലുള്ള ആളാണ് ഡെന്ന സുനിൽ. എനിക്കറിയത്തില്ല, കണ്ടിട്ടില്ല, ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ നമ്മളെ അത്രയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരെ, ഓരോ വാക്കുകളിലൂടെ നമുക്കൊരു ധൈര്യം തരുന്നവരെ, ഒരു സ്നേഹം തരുന്നവരെയൊക്കെ നമ്മൾ മനസ്സിലിങ്ങനെ ഓർത്ത് വെക്കും അല്ലേ. അപ്പോൾ ഇന്ന് ഡെന്ന സുനിലിൻ്റെ ഒരു കമൻറ്റ് കാണാനായിട്ട് ഇടയായി. അപ്പോൾ ഞാൻ ഇന്ന് ഡെന്ന സുനിലിനോടും ബാക്കി കുറേ അധികം ആൾക്കാർക്കുണ്ട് എന്നെക്കുറിച്ച് ഇങ്ങനെ ആവിക്കാദികളും ഒക്കെ പറഞ്ഞു പരത്തുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ, ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ. പക്ഷേ ഇത്രയും കാലം എനിക്ക് വന്നേക്കുന്ന ഹണി ട്രാപ്പുകാരി, കൊലപാതകി, കള്ളി, ചീത്ത സ്ത്രീ, ഉപ്പുതറ, പിന്നെ ഞാൻ അങ്ങനെയുള്ളൊരു സ്ത്രീ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്രയും നല്ല ആൾക്കാരും സഹകരണവും എന്നെ ഇങ്ങനെ ആൾക്കാരെല്ലാം ചേർത്ത് പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. എൻ്റെ കൂടപ്പുറപ്പുകളും എൻ്റെ അയൽവക്കക്കാരും. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ തൊഴിലുറപ്പിന് ചെന്നപ്പോൾ എൻ്റെ മുഖം മാടിയിരിക്കുന്നത് കേട്ടപ്പോൾ അമ്മാമ ആയിക്കോ കുറേ പേരുണ്ട് കേട്ടോ, പേര് പറയാൻ പറ്റത്തില്ല, അത്രയും പേരും 10, 40 പേര്, 50 പേര്, 55 പേരൊക്കെ ഉണ്ട് ഞങ്ങൾ തൊഴിലുറപ്പിന്. ഈ 55 പേരും അല്ല ഉപ്പറക്കാരല്ല ഇനി അങ്ങനെയാണെന്ന് പറയാതിരുന്ന ഭാഗ്യം. സത്യം ആ ഒരു ലെവലിലാണ് ഇപ്പം ഓരോ കാര്യങ്ങളുടെ പോക്ക്. അപ്പം നിലവിൽ എനിക്ക് ഇപ്പം നിങ്ങൾക്ക് എന്നെ അറിയാമെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം. നിലവിലൊരു കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ നമ്മളെ കൊണ്ട് ഇത് ഞാൻ 2 പ്രാവശ്യം വീഡിയോക്ക് അത് പറഞ്ഞാണ്, എഴുതി സൈൻ ചെയ്യിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മോശപ്പെട്ട ഒരു കമൻസ് ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യല. അതുകൊണ്ട് തന്നെ നമ്മൾ മോശപ്പെട്ട ആരെക്കുറിച്ച് ഒരു വാക്ക് പറയുകയോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ല. അപ്പം ഞാനിപ്പം വരെ നിലവിൽ അതങ്ങനെ തന്നെ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ നിവൃത്തിയില്ലാത്ത കേസിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പോയി ചോദിച്ചിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ ഇനി ഒരു കാര്യത്തെക്കുറിച്ച് ഞാനിങ്ങനെയൊന്നും പറയാണ്ട് വരുന്നില്ല. പക്ഷെ ഇന്ന് ഈ കമൻറ്റ് വായിച്ചപ്പോൾ ഡെന്ന സുനിൽ ചോദിച്ചേക്കുന്ന കാര്യം ഇത്രയാണ്. ഇത് ഈ ഫോണിനകത്താണല്ലോ കമൻറ്റ് കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ വായിച്ചത് എൻ്റെ മനസ്സിൽ കയറിയത് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. സിന്ധു അമ്മയെക്കുറിച്ച് ഇപ്പം റാണി പി സദാശിവൻ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച്, റാണിയെക്കുറിച്ചാണല്ലോ ഇപ്പം ചർച്ചാ വിഷയം. അപ്പോൾ റാണി സിന്ധു അമ്മയുടെ സ്വന്തക്കാരിയാണെന്നുള്ള ഒരു ഇതിലാണ് സിന്ധു അക്കാട കേട്ടോ. എൻ്റെ എസ്റ്റേറ്റ് വീടിൻ്റെ അടുത്തുണ്ടല്ലോ തമിഴ് ആൾക്കാരായിരുന്നു. ചേട്ടായുടെ കല്യാണം എന്നെ ചേട്ടായി കെട്ടിക്കൊണ്ട് വന്ന ആ ഒരു ഏരിയ മൊത്തം തമിഴ് ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പം അവിടെ തൊട്ടടുത്ത് താമസിച്ചുകൊണ്ടിരുന്ന ചെല്ലത്തായി അക്ക എന്ന് പറയും. ഞാൻ അവരെ അക്കാന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഈ അക്ക എന്നുള്ള പേരെന്നെ എനിക്കറിയത്തില്ല, വല്ല മോശമാക്കുമ്പോഴോ എനിക്കറിയത്തില്ല. അപ്പോൾ സിന്ധു അക്ക അങ്ങനെ എനിക്കിപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഭാഗത്തുള്ള എന്നെക്കാട്ടി ഒരു 2 വയസ്സ് 3 വയസ്സ് കൂടുതലുള്ളവരെ എല്ലാം ഞാൻ അക്കാന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ശാന്തിയക്ക, പളനിയക്ക, അങ്ങനെ കുറേ അക്കാമാരുണ്ട് അവിടെ. എന്ന് പറഞ്ഞുകൊണ്ട് സിന്ധു അമ്മയ്ക്ക് എന്തൊക്കെ പേരുകളാണ് വരുന്നത്. സിന്ധു അക്ക, സിന്ധു അമ്മനെ എന്തൊക്കെ അപവാദങ്ങളാണ് പറയുന്നത്. എന്നാ സുനിലിന് ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെയുള്ള കുറേ പേരുകളൊക്കെ അറിയപ്പെട്ട ഇപ്പം എന്നെ അങ്ങനെ ലോകത്തിൽ എൻ്റെ ആരുമല്ലാത്ത ഞാൻ എന്നാ പറയുന്നത്, ഞാൻ ഇന്നാളൊക്കെ പറഞ്ഞായിരുന്നു, അത്രയും വില കൽപ്പിക്കാത്ത വ്യക്തികൾ ഇരുന്നുകൊണ്ട് എന്നെ അറിയത്തില്ലാത്ത കുറേ ആൾക്കാരിരുന്നുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്കത് ബാധകമല്ല. അങ്ങനെയുള്ള കുറേ വ്യക്തികൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. ഈ ഹണി ട്രാപ്പാണ്, കൊലപാതകിയാണ്, കള്ളിയാണ്, ചീത്ത സ്ത്രീയാണ്, അങ്ങനെയൊക്കെ. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരെല്ലാവരും ചേർത്ത് പിടിക്കുന്നുണ്ട്. സത്യം വിശ്വസിപ്പിക്കുകയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപറ്റ ആൾക്കാരുണ്ട് ഈ ഉപ്പുതറയിൽ.
പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരും കമൻറ്റിലൂടെ, അല്ലാണ്ട് എൻ്റെ ചുറ്റിനുമുള്ളവർ എന്നെ സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഞാൻ ഇത്രയും പന്ന സ്ത്രീ ആയതുകൊണ്ടായിരിക്കും. അതിനൊന്നും ഇന്ന് വരെ എന്നോട് സിന്ധുവേ ഇന്ന് വരെ ആരും ഒരു കമൻറ്റ് പോലും ചോദിച്ചിട്ടില്ല, സിന്ധുവയെ കുറിച്ച് ഇങ്ങനെ പറയുന്നല്ലോ അത് സത്യമാണോ, അതിനകത്ത് വല്ല കഴമ്പുണ്ടോ കാര്യമുണ്ടോ എന്ന് ഇന്ന് വരെ ആരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഡെന്നസുലിലൊരു ചോദ്യം ചോദിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് സിന്ധുമ്മയുടെ അകൽച്ച തോന്നുന്നു എന്ന് പറഞ്ഞ് കേട്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് ചങ്ങിനകത്തൊരു ഇത് തോന്നി. എന്നാന്ന് ചോദിച്ചാൽ ആദ്യം മുതൽ നമ്മളെ ചേർത്ത് പിടിച്ച ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരത്തി ചോദിച്ചേക്കുന്ന ഇതാണ്, റാണി പി സദാശിവൻ സിന്ധുമ്മയുടെ ആരേലും ആണോ, സിന്ധുമ്മ എന്തുകൊണ്ട് അത് പറയാതിരിക്കുന്നു, സിന്ധുമ്മയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കിലാക്കിയിട്ട് സിന്ധുമ്മനെ എല്ലാവരും കുറേ പേരെടുത്തിട്ട് കുടയുന്നുണ്ട്. സിന്ധുമ്മയുടെ ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ ഇതിനകത്ത് കമൻസിനകത്തും ഒക്കെ ഞാൻ കണ്ടു. ഞാനല്ല, ഡെന്ന കണ്ടു കേട്ടോ, ഡെന്ന കണ്ടു. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉള്ളതാണോ, സിന്ധുമ്മയ്ക്ക് ഒന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങളോട് ശകലമെങ്കിലും സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ സിന്ധുമ്മ ഇതൊന്നും പറയണം, ഇതിനെങ്കിലും ഒരു മറുപടി ആയിട്ടൊരു ഇത് തരണേന്ന്. അപ്പോൾ എനിക്ക് ഡെന്നയോട് പറയാനുള്ളത്, ഈ റാണി പി സദാശിവം എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ആരുമല്ല, എനിക്കറിയത്തുമില്ല. അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൻ്റെ ചാനലിൽ വന്ന് കമൻ്റ് ഇടുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അമ്മുവിൻ്റെ ചാനലിനകത്ത് കമൻ്റ് ഇടുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം കുറച്ച് നാൾ മുമ്പാണ് കേട്ടോ, ഒരു പ്രാവശ്യം അമ്മു ഇവിടെ വന്നപ്പോൾ, പിന്നെ അമ്മു ഇവിടെ വന്ന് നിൽക്കുമ്പം ഇച്ചിരി നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം, അമ്മു എപ്പോൾ ഇവിടെ വരുന്നോ പിന്നെ എൻ്റെ ചാനലിനകത്ത് ഒരു ഇച്ചിരി നെഗറ്റീവ് കമൻസ് ഒക്കെ വരും. അവൾ അങ്ങനെ ഇങ്ങനെയാ മറ്റേതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കുറേ കമൻസ് വരും. അപ്പം ഞാൻ പല വീഡിയോസിനകത്തും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നല്ലതല്ലെന്ന് തോന്നി ഏതെങ്കിലും ഒരു ബാഡ് ബേഡ്സ് എങ്കിലും കാണുന്ന കമൻസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന അത്ര സമയം പോലും എടുക്കില്ല, ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു എത്രയോ വീഡിയോയ്ക്ക് അധികം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ കൂടെ ഉള്ള ഒരു സമയത്ത് എൻ്റെ ഇതിനകത്തൊരു കമൻറ്റ് വന്നു, എൻ്റെ ചാനലിൽ ഒരു കമൻറ്റ് വന്നു, പിന്നെ നിങ്ങൾ അങ്ങനെയല്ലേ, നിങ്ങൾ മകനെക്കുറിച്ച് കുറ്റം പറഞ്ഞില്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അമ്മുനെ ഇത് കാണിച്ചിട്ട് ചോദിച്ചു, അമ്മു ഇത്രയും ദിവസം ഇങ്ങനത്തെ കമൻ്റ് ഒന്നും ഇല്ലായിരുന്നു, നീ വന്നു ഇത് കണ്ടോടി, ഇത് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ റാണി പി സദാശിവം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ കമൻ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം അമ്മു അവരുടെ വാട്സപ്പ് നമ്പർ അമ്മുൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പറഞ്ഞാൽ എന്ത് ഹെയർ ഓയിലിൻ്റെ അങ്ങനെ തന്നെയുണ്ട്, അങ്ങനെ കണ്ട് അവളുടെ കയ്യിൽ ആ നമ്പർ ഉണ്ടായിരുന്നു. എന്താണോ ആ നമ്പറിലോട്ട് അമ്മു മെസ്സേജ് ഇട്ട് ചോദിച്ചു, ചേച്ചി ചെയ്യുന്ന ദുഷ്ടത്തരത്തിന് ഞങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വരെ കയറേണ്ടി വന്നു, ഇപ്പം ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ചേച്ചി ഇപ്പം ഇങ്ങനെ പറയാൻ കാര്യം, ഇതിനുള്ള റിപ്ലൈ തരുന്നു അങ്ങനെ എന്നാ പറഞ്ഞു ഇവള് മെസ്സേജ് അയച്ചു. അത് 2-3 ദിവസം ഞാൻ അവളോട് ചോദിച്ചായിരുന്നു, അത് പിന്നെ ആ കാര്യം ചോദിക്കാനും വിട്ടും മറന്നുപോയി. പിന്നെ അവർ റിപ്ലൈ കൊടുത്തോ അങ്ങനത്തെ ഒന്നും എനിക്കറിയത്തില്ല. പിന്നെ അവർ ചിലപ്പോൾ വന്ന് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള കമൻ്റ് ഇടും, ചിലപ്പം വന്ന് വളരെ മോശമായിട്ടുള്ള കമൻ്റ് ഇടും. എൻ്റെ ചാനലിലും അതെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്ന ആരിട്ടാലും ഞാൻ അതപ്പം തന്നെ ഡിലീറ്റ് ആക്കി കളയാറുണ്ട്. അതുപോലെ തന്നെ ഇന്നാണേലും ആ വ്യക്തി എൻ്റെ ചാനലിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് തൊഴിലുറപ്പിൻ്റെ അവിടെ ഇരുന്നപ്പോൾ ഞാൻ കണ്ണാടി കൊണ്ടുപോകുന്നില്ല. എനിക്ക് കണ്ണാടി വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ സൈഡിലത്തെ കുഞ്ഞ് അക്ഷരമില്ലേ നമ്മൾ ഏത് ഐഡിയിൽ നിന്ന് ഇടുന്നതെന്നുള്ളത് അത് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തേതും വലിയ പാടുപെട്ടാണ് ഞാൻ വായിച്ചെടുക്കുന്നത് കണ്ണാടി ഇല്ലെങ്കിൽ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് നോക്കിയപ്പോഴും ഇവരാണോ എന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ കുറച്ച് കമൻസ് കണ്ടു, അതെല്ലാം നല്ല കമൻസ് ആയിരുന്നു. ഇന്നത്തെ ഇതിനകത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവർക്ക് സഹിക്കാനുള്ള ശക്തി ഇടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും ഞാൻ ഹാർട്ടിൽ ലൈക്കും കൊടുത്തു. ഇവിടെ വന്ന് ഉച്ചയ്ക്കോ ആണോ എപ്പോഴാണോ, ഞാൻ വൈകിട്ടാണോ എന്ന് ഓർക്കുന്നില്ല, വന്ന് ഞാൻ ഒന്നുകൂടെ ഈ കമൻസ് എല്ലാം നോക്കിയപ്പോൾ ഈ റാണി പി സദാശിവൻ എന്നുള്ളത് കിടക്കുന്നുണ്ടോ. അപ്പം ഞാൻ മനസ്സിലോർത്തു, ഇവർ ചിലപ്പം വന്ന് നല്ല ഇടും, ചിലപ്പം വന്ന് ചീത്ത ഇടും. അപ്പം ഞാൻ എന്നെ ചെയ്തു, ഇത് കിടക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു. സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പ്രാവശ്യം അമ്മു പെരുന്നാളിനല്ല വന്നത്, അതിനു മുമ്പ് ഇതിന് വന്നില്ലേ, കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് വന്ന് ഒരു 2-3 ദിവസം, ആ പ്രാവശ്യം വന്നപ്പോൾ 10 ദിവസം കൊണ്ട് നിന്നായിരുന്നു അമ്മു. ആ പ്രാവശ്യം വന്നപ്പം ഇവരൊരു കമൻറ്റ് ഇട്ടേക്കാണ്, നിങ്ങൾക്ക് മകൾക്ക് വേറൊരു രീതിയിലുള്ള പരിഗണന, മരുമോക്ക് വേറൊരു പരിഗണന, അപ്പം ചുമ്മാ അല്ല നിങ്ങളെ അവരിങ്ങനെ പറയുന്നത്, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാരഗ്രാഫ് മാറി എഴുതി വെച്ചു. അപ്പം ഞാൻ ഇത് അമ്മുവിനെ കാണിച്ചു. അപ്പോൾ അമ്മു പറഞ്ഞു എന്നെ ചെയ്യാനേ ഇത് എന്നെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒന്നും ഇട്ടേക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട്. കാരണം വേറൊരാളെ എനിക്കിഷ്ടമില്ലാത്തവരുടെ വ്യക്തികളുടെ പേരോ ഒന്നും എൻ്റെ ചാനലിൽ മെൻഷൻ ചെയ്യരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പം വേറൊരാളെ ആണെങ്കിലും മോശപ്പെടുത്തിയോ അങ്ങനെയുള്ള കമൻറ്റൊക്കെ അവർ ഇടാറുണ്ടായിരുന്നു. അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കമൻറ്റ് ഇടാറ്, അതൊക്കെ ഞാൻ അപ്പോഴേ ഡിലീറ്റ് ആക്കി കളയുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞവർക്ക് 24 മണിക്കൂർ നമുക്ക് വീഡിയോയുടെ ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അവൾക്കാണെങ്കിൽ ചിലപ്പോൾ ഇന്നിടുന്ന വീഡിയോയുടെ നാളെ നമ്മൾ കമൻറ്റ് നോക്കിന്നിരിക്കുക.
പ്രതീക്ഷിക്കില്ല. അപ്പോൾ അങ്ങനെ എങ്ങാനും ഒക്കെ വല്ല പെട്ടുവീഴ്ച കിടപ്പുണ്ടോ എന്നറിയത്തില്ല. പക്ഷേ ഇവരിട്ട് ചില കമൻസിനൊക്കെ ഞാൻ ലൈക്കും ഹാർട്ടും കൊടുത്തിട്ടുണ്ട്. ഇവർ ഓടി നടന്ന് എല്ലാ ചാനലിലും പോയി വൃത്തികെട്ട ഭാഷകൾ പറയാമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഒത്തിരി എനിക്ക് ചാനലുകൾ കാണാനുള്ള സമയമില്ല. യൂട്യൂബ് ആണെങ്കിലും മറ്റുള്ള ഒത്തിരി ചാനലുകൾ കാണാൻ സമയമില്ല. 1-2 ചാനലുകളൊക്കെ ഞാൻ അത്യാവശ്യം കാണും. നമ്മുടെ സിംഗിൾ ചേച്ചിയുടെ കാണും. അങ്ങനെ 3-4 ചാനലൊക്കെ എനിക്ക് 3-4 ഇല്ല, ഒരു 2-3 ചാനലൊക്കെ ഞാനിങ്ങനെ കാണും. അല്ലാണ്ട് എനിക്ക് ഒത്തിരി ചാനൽ കാണാനൊന്നും സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ കണ്ടാലും കമൻസ് വായിക്കാറുമില്ല. ഇപ്പം ഞാനിപ്പം സിംഗിൾ ഏജിനെ കാണുവാണെങ്കിലും എനിക്ക് ഇഷ്ടമെന്ന് തോന്നിയാൽ ഞാനൊരു കമൻറ്റ് ചിലപ്പോൾ ഇടും. ഇതല്ലെങ്കിൽ കമൻറ്റ് ഇടിയല്ല, സ്ഥിരം കാണും, അത്രേ ഉള്ളൂ. അവരുടെ കമൻസ് ഒന്നും ഞാൻ വായിക്കാൻ പോകില്ല. അതിനൊന്നും കൂടെ സമയമില്ല. അതിൽ എനിക്ക് ഈ കണ്ണിന് ഞാൻ എഡിറ്റ് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അല്ലാതെ തന്നെ നല്ല പിടിപ്പത് ജോലിയുണ്ട്. എനിക്കല്ലാണ്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്ഞ്ഞ് തപ്പി നടക്കാനൊന്നും ഓരോരുത്തരുടെയും ചാനലിൽ പോയി ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടുള്ള സമയമില്ല. സത്യമാ പറയുന്നത്. എനിക്കെൻ്റെ വീട്ടിലെ പണിയുണ്ട്, വൃത്തിയാക്കണം, പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം, നമ്മുടെ വീട്ടിലെ പാചകം ചെയ്യണം, പിന്നെ ഇടയ്ക്ക് പണിയുണ്ടെങ്കിൽ അതിന് പോകണം, പിന്നെ ഈ കഴിഞ്ഞ നമ്മുടെ അസുഖത്തിനൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഓരോരോ കാര്യം, പിന്നെ കൂടെ പുറപ്പെടുന്ന വീട്ടിൽ പോകണം. അങ്ങനെ എനിക്ക് എൻ്റേതായ തിരക്കുണ്ട്. ഞാൻ എപ്പോഴും ബിസി ആയിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മളിങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ ഒരു കൊതുക് കിടക്കുന്നത് അല്ലാണ്ട് നമ്മളിങ്ങനെ ഒരു പണിയില്ലാണ്ട് എല്ലാവരും വെച്ച് പുഴുങ്ങി തരുന്നത് കഴിച്ചുകൊണ്ടിരിക്കണമുണ്ടല്ലോ, നമുക്ക് എന്നാ പറയുന്നത്, കുറേ കാര്യങ്ങൾ വേണ്ടാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ കൂട്ടി മറ്റുള്ളവരെ ദ്രോഹിച്ച് ഒക്കെ ഇരിക്കാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കണം എന്നുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ കൊതിനെ പിടിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും, എൻ്റെ ഫേസും എൻ്റെ ഓരോ കാര്യങ്ങളും കണ്ടാൽ മനസ്സിലാവും. ഞാൻ നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ നിങ്ങളുടെ അടുത്തോട്ട് വരികയും ഒക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഓരോ കാര്യത്തിലിങ്ങനെ നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് നല്ല ഓരോ ഇതിൽ സമയം സ്പെൻഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് മറ്റുള്ള കാര്യത്തിൽ ചെയ്യാനായിട്ട് സമയമില്ല. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ റാണി പി സദാശിവൻ, അത് ഇന്നാണ് ഞാൻ ഇത്ര അധികം അറിയുന്നത്. റാണി പി സദാശിവൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും മോശം കമൻസ് ഓരോ ചാനലിൽ പോയി ഇടുന്ന വ്യക്തികളാണെന്ന്. ഇപ്പോൾ ഈ ഒരു കുറേ ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ വന്നപ്പോഴത്തേനും നമ്മുടെ ചാനലിലോട്ട് ഇങ്ങനെ കയറി വരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കണ്ടത് കേട്ടോ. എൻ്റെ പൊന്ന് റാണി ചേച്ചി, നിങ്ങൾ ആരാ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ എന്നെ വിളിക്കുമോ, നിങ്ങൾ എൻ്റെ ആരേലും ആണോ? ഈ ഉപ്പേറെ സിന്ധു മാത്രമേ ഉള്ളൂ. ചിലർ ടാർഗറ്റ് ചെയ്ത് എന്നെ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് എൻ്റെ തലയിലോട്ട് ഞാനിങ്ങനെ താന്ന് വെച്ച് കൊടുത്തേക്കുക. കാരണം ഒന്നിനും പ്രതികരിക്കുന്നില്ല ഞാൻ. എന്നെ എന്തൊക്കെ പറയുന്നോ ഒന്നിനും, എൻ്റെ കൊച്ചിനെ എന്തൊക്കെ പറയുന്നു ഒന്നിനും ഞങ്ങൾ രണ്ടും പ്രതികരിക്കാതിരിക്കുക. ഞങ്ങൾ എന്നാ ചെയ്തു കൊടുത്തേക്കെന്നറിയാം, ഞാൻ ചായച്ചു കൊടുത്തേക്കുക, ചവിട്ടി കയറിക്കോ, എവിടെ വരെ പോകും എന്നറിയാലോ. എന്തേരം പൊങ്ങിപ്പയർന്നാലും താഴെ വന്ന സമ്മാനം. അതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളങ്ങനെ ക്ഷമിച്ച് നെല്ലിപ്പല കണ്ടിരിക്കുക എൻ്റെ പൊന്നി ചേച്ചി. അപ്പം ഇപ്പം നിങ്ങളെ വെച്ചാണ് എന്നെ പറയുന്നത് ഞാൻ നിങ്ങളെ ആരാണ്ട് ചെയ്യാൻ ആരാണെന്ന്. എൻ്റെ പൊന്ന് ഡെന്നാ മോളെ, ഡെന്നാ സുനിലെ, എനിക്കറിയത്തില്ല. സത്യമായിട്ടും എൻ്റെ ആരുമല്ല. ഞാൻ ഇന്നുവരെ അവരോട് സംസാരിച്ചിട്ടോ കോണ്ടാക്ട് ചെയ്തിട്ടോ ഒന്നുമില്ല. ഇതല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന അത്രയും മോശമായിട്ട് പറഞ്ഞ് ഈ പബ്ലിക്കിൽ പരത്തുന്ന വ്യക്തികൾ ഇതിന് തെളിവ് സഹിതം ഇന്ന സമയത്ത് ഇന്ന ദിവസം നിങ്ങൾ ഇതേ വിളിച്ചേക്കുന്നു, അല്ലെ നിങ്ങൾ ഇതേ വോയിസ് ഇട്ടേക്കുന്നു അവരുടെ പേരിലോട്ട് എന്നുള്ള ഫോൺ നമ്പർ സഹിതം നല്ല കറക്റ്റായിട്ടുള്ള രേഖകളുമായിട്ട് വരണം. ഇതിപ്പോൾ എൻ്റെ സൗണ്ടും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ വേണേൽ വരാൻ പറ്റും. കാരണം കണ്ടമ്പഴി ഓടിയ പണ്ടത്തെ വീഡിയോ ഒക്കെ നമ്മളൊക്കെ ഓർക്കുന്നില്ലേ, പെണ്ണുങ്ങളുടെ സൗണ്ടായിട്ടും ആണുങ്ങളുടെ സൗണ്ടായിട്ടൊക്കെ. പക്ഷേ അതൊന്നുമല്ല, ഒറിജിനൽ ഫോണിനൊന്നും ഒരു കള്ളത്തരവും പറ്റത്തില്ല. ഇന്ന് ഏതൊരു സൈബർ സെല്ലിൽ പോയാലും നമ്മുടെ ഫോണിനകത്ത് ആരൊക്കെ വിളിച്ചിട്ടുണ്ട്, ഏതൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്, അതിൽ തന്നെ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നതാണ്. കാരണം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ഫോണിനകത്ത് ഒരു പരിധി വരെ ഉണ്ട്. ആര് കാരണമാണ് പ്രശ്നം, ആര് കാരണമാണ് ഇങ്ങനെയൊക്കെ ആയത് എന്തെന്നുള്ള തെളിവുകൾ മൊത്തം ഫോണിനകത്തുണ്ട് ഒരു പരിധി. അതൊരു വലിയ ഇതായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ ആ സ്ത്രീയെ വിളിച്ചിട്ടോ കോണ്ടാക്ട് ചെയ്തിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവരുടെ ഫോൺ ചെക്ക് ചെയ്താലും അറിയാം, എൻ്റെ ഫോൺ ചെക്ക് ചെയ്താലും ഒക്കെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ അവരെ വിളിച്ച് ഞാൻ ഇത്രയും വലിയ കോണ്ടാക്ട് എൻ്റെ സ്വന്തക്കാരിയൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും വോയിസ് ഇടുകയൊക്കെ ചെയ്യലേ. അപ്പോൾ ഒരു വോയിസ് ക്ലിപ്പാണേലും പോരെ. അല്ലാണ്ട് ഒരാളുടെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത് കേട്ടിട്ട് എൻ്റെ പൊന്നു കുഞ്ഞെ നിങ്ങളാരും വിശ്വസിക്കേണ്ട. എനിക്ക് അവരുമായിട്ട് ഒരു കമ്പനിയില്ല. പിന്നെ ഈ ഉപ്പേറ പഞ്ചായത്തിൽ ഒരു ചെറിയ ഗ്രാമമാണ്, എന്നാലും 12 വാർഡുള്ള ഒരു 13 വാർഡുള്ള ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ സിന്ധു സുനിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ മാത്രമല്ല ജീവിക്കുന്നത്. ചിലപ്പോൾ ആ സ്ത്രീക്ക് പറയാൻ പറ്റില്ല, വേറെ ആൾക്കാർ കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയത്തില്ല, എനിക്ക് അവരെ പേഴ്സണലായിട്ട് അറിയത്തില്ല. എൻ്റെ ചാനലിൽ വന്ന് മോശം കമൻറ്റ് ഇടാറുണ്ട് അവർ, അത് ഞാൻ ഡിലീറ്റ് ആക്കും. ചിലത് എനിക്ക് നല്ലതെന്ന് തോന്നുന്നതിന് കാർട്ടിലേക്ക് കൊടുക്കും, അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്.
അതിനകത്തൊന്നും ആരും കടന്നു കയറി ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആരെ സപ്പോർട്ട് ചെയ്യണം, അല്ലെ ആരോട് എന്ത് പറയണം എന്നൊക്കെ ഉള്ള ചിന്തിക്കാനും അതിനൊക്കെ ഉള്ള 9ാം ക്ലാസ്സും കുസ്തിയുള്ളതിലും എനിക്ക് അതിനുള്ള കഴിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാണ്ട് ഈ ഒരു എന്നാ പറഞ്ഞത് ചരട കെട്ടിയിട്ടേക്കുന്ന പാവയെ പോണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാനൊന്നും വിചാരിച്ചാൽ നടക്കില്ല. പിന്നെ കുറേ അധികം കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്നതല്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പബ്ലിക്കിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കത്തില്ല. നമ്മുടേതല്ലാത്ത കാര്യങ്ങൾ കേട്ടാലും നമുക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതികരിക്കാതെ ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പം നിലവിലെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ കോടതിയെയൊക്കെ ബഹുമാനിക്കണം. അതാണ് ഞാൻ പഠിച്ചിരിക്കുന്ന പാഠം. അപ്പം നിലവിൽ കോടതിയെയും ഒക്കെ ബഹുമാനിച്ച് തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയേണ്ടാത്ത കാര്യങ്ങളോ മോശപ്പെട്ട കാര്യങ്ങളോ ഒന്നും ഞാൻ ഇന്ന് വരെ പബ്ലിക്കിൽ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യത്തുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും എടുത്തു പറയാണ്, ആ സ്ത്രീ എൻ്റെ ആരുമല്ല, എനിക്ക് ഒട്ടും അറിയത്തുമില്ല. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഒന്നുകൂടെ എടുത്തു പറയുന്നു, നിങ്ങൾ ഇന്ന സമയത്ത് അവരെ വിളിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് മെസ്സേജ് അയച്ചിട്ടില്ലേ എന്നൊക്കെ ഉള്ള കറക്റ്റായിട്ടുള്ള ആൻസറും കൊണ്ട് വന്നിരുന്ന് പറയാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ തലയിലോട്ട് അടിച്ച് ഓരോ കുറ്റങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. ഇതിനെല്ലാം തിരിച്ചടിയായിട്ട് തരുന്നത് നമുക്ക് ചിലപ്പോൾ താങ്ങാനും സഹിക്കാനും ഒക്കെ ഉള്ള ശക്തി അന്നേരം ഉണ്ടായെന്നിരിക്കുകയില്ല. ഞാൻ വലിയ ഇതാണ്, ഞാൻ എന്തോ സംഭവമാണെന്നൊക്കെ എനിക്ക് അഹങ്കരിക്കാം. പക്ഷെ ഒന്നും അല്ലെന്നുള്ളത് ഓരോ ദിവസവും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കൂടെ കാണിച്ചു തരുന്നുണ്ട് ദൈവം. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളെപ്പോണക്കുള്ള കുറേ ആൾക്കാർക്ക് സംശയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ എന്നും താണ നിലത്തെ നീരോടും അവിടെ ദൈവം തുണയുകൂ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് നിൽക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെ എന്തേരമൊക്കെ ദ്രോഹിച്ചാലും ഞാൻ പ്രതികരിക്കാൻ പോകാതിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എവിടെ വരെ പോകും, എല്ലാത്തിനും ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും പറയാണ്ടിരിക്കുന്നത്. അപ്പം എനിക്കിപ്പം ഒന്നുകൂടി ഞാൻ ഡെന്നയോട് എടുത്ത് പറയുകയാണ്, എനിക്ക് അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഡെന്ന എന്നല്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് എല്ലാവരോടും പറയാണ്. കാരണം ഇങ്ങനത്തെ പിന്നെ ഫാമിലി ഫ്രണ്ട് ആണെന്നോ അവർ ഉപ്പേറയാണെന്നോ ഉപ്പേറക്കാരിയാണെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അടിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോൾ പലരുടെ ഇപ്പം ഡെന്നയുടെ മനസ്സിൽ ശുദ്ധ മനസ്സായതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ എഴുതി ചോദിച്ചേക്കുന്നത്, സിന്ധുമേ ഇതുണ്ടോ, ഇങ്ങനെ വല്ലതും ആണോ, ഇതെന്നാ സിന്ധുമ മിണ്ടാത്തതെന്ന് ചോദിച്ചതിന് കാരണം ഡെന്നയുടെ മനസ്സ് ഒരു ശുദ്ധമായതുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്ന് പറഞ്ഞോടൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന ഈ ഇത്രയും പേരും എന്നെ ചങ്കോടി ചേർത്ത് വെച്ചേക്കുന്ന ഈ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ശുദ്ധ ഹൃദയരാണെന്ന് എനിക്കറിയാം. കാരണം എന്നെ മനസ്സിലാക്കി ആദ്യം മുതലുള്ള വീഡിയോ കണ്ടിട്ട് എന്നെ മനസ്സിലാക്കി എന്നെ ചേർത്ത് പിടിച്ച വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഓരോ ചോദ്യങ്ങൾ ഇതേപോലെ ഉയരുന്നുണ്ടാവാം. ചിലർ എന്നെ വിഷമിക്കേണ്ടെന്ന് കരുതി ചിലപ്പോൾ ഇടാത്തതൊക്കെ ആയിരിക്കാം. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ഈ അമ്മ മാതാവാണ് സത്യമായിട്ട് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഓടി നടന്ന എല്ലാ ചാനലുകളിലും വളരെ മോശമായിട്ടുള്ള കമൻറ്റ്സ് ഇടുന്ന വ്യക്തിയായിരുന്നു എനിക്കറിയത്തില്ല. നമുക്ക് ഇപ്പം നമ്മുടെ അകത്ത് എത്ര പേര് കമൻറ്റ് ഇടുന്നു, അവരുടെ എല്ലാം ഐഡിയും പ്രൂഫും തപ്പി നമുക്ക് പോകാൻ പറ്റുമോ? ആരാ എവിടെ ഉള്ളവരെ എന്താന്ന് പോലും നമുക്കറിയത്തില്ല. അറിയാമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ചാനലിൽ നമ്മളെ ഒന്നും അറിയത്തില്ലാത്തവർ പോയി നമ്മളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കുന്നത്. പക്ഷേ അവർക്കൊക്കെ ദൈവം അതിനൊക്കെ ഉള്ളത് കൊടുക്കട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പം എനിക്കിത്രയും ഇത് പറയണമെന്ന് തോന്നി കേട്ടോ വീഡിയോയ്ക്കകത്ത്. കാരണം നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ഇത് ഡെന്നയോട് പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞു തോന്നി. കാരണം ഡെന്നയാണ് ഇത്രയും ഒരു പാരഗ്രാഫ് കുറേ ഉണ്ട് കേട്ടോ എഴുതിയിട്ടേക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടോ സത്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചൊക്കെ. അപ്പം ഞാൻ എന്നാ പറയുന്നത്, അത് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഉള്ളിനുള്ളിലൊരു വിഷമം തോന്നി. പക്ഷെ ഞാൻ അന്നേരം തന്നെ എൻ്റെ മനസ്സിൽ തോന്നി, ദൈവമേ അറിയത്തില്ല അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ സത്യാവസ്ഥ പറയാതിരിക്കാൻ പറ്റത്തില്ലോ. അപ്പോൾ ഇപ്പം വലിയൊരു തരംഗമായി മാറിയിരിക്കുന്നത് റാണി പി സദാശിവൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആ പുള്ളിക്കാരത്തിയോട് എനിക്ക് ഒരപേക്ഷയേ ഉള്ളൂ, എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങളെ അറിയത്തില്ല, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. സത്യമാണ്, നിങ്ങൾ ഈ വീഡിയോസിലൂടെ കണ്ടുള്ള അറിവും കാര്യങ്ങളും ഉള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു അമ്മയെന്നുള്ള നിലയിൽ എന്നെ പീഡിപ്പിക്കുന്നതും ദ്രോഹിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടായിരിക്കാം കൂട്ടും. പക്ഷേ നമ്മുടെ ഏതൊരു മനുഷ്യൻ്റെ ആണെങ്കിലും ഒരു മനുഷ്യൻ്റെ സംസ്കാരത്തിനൊത്തുള്ള വാക്കുകളും വീടുകളും ഒക്കെ ഇടുക. പല ചാനലിലും ഇന്ന് ഈ ദിവസം ഞാൻ നിങ്ങളുടെ കുറേ കമൻസ് കാണാനിടയായി. വളരെ മോശം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫാമിലിയായിട്ട് മുമ്പോട്ടേക്ക് ജീവിക്കേണ്ടവരല്ലേ. അപ്പം എൻ്റെ ഒരു അപേക്ഷയാണ് ഞാൻ പറയുന്നത്, ദൈവത്തെ ഓർത്ത് ഇത്രയും മോശകരമായ വാക്കുകൾ നമ്മുടെ വായ കൊണ്ടോ കൈകൊണ്ടോ ഒന്നും ചെയ്യാണ്ടിരിക്കുക പ്ലീസ്. മറ്റുള്ളവരെ ക്രൂശിക്കാണ്ടിരിക്കുക, മറ്റുള്ളതിനെ വേദനിപ്പിക്കാണ്ടിരിക്കുക. നിങ്ങൾ ചിലപ്പം എൻ്റെ ആപത്ത് സമയത്ത് ചിലപ്പം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് നല്ല കമൻസ് ഇട്ടിട്ടുള്ള വ്യക്തിയായിരിക്കും, എനിക്ക് അറിയത്തില്ല. പക്ഷേ നിങ്ങൾ എൻ്റെ ചാനലിൽ തന്നെ നിങ്ങൾ മോശം കമൻറ്റ് ഇട്ടിട്ടുണ്ട്.
അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു 2 ആഴ്ച മുമ്പ് അമ്മ വന്നപ്പോൾ ഇട്ടു മകളെക്ക് വേറൊരു രീതി, മരുമോക്ക് വേറൊരു രീതി, ചുമ്മാ അല്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളൊരു കറക്റ്റായിട്ട് ഞാൻ ഇതെല്ലാം ഓർക്കുന്നില്ല, വായിച്ചായിരുന്നു ഞാൻ, അപ്പം തന്നെ ഞാൻ ഡിലീറ്റ് ആക്കിയതാണ്. ദൈവത്തെ ഓർത്ത് മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കാണ്ടിരിക്കുക, അതെനിക്കതേ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. ഡെന്നയ്ക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡെന്നയ്ക്ക് മാത്രമല്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് സംശയമുള്ളവർക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ബാക്കി ഓരോ കാര്യങ്ങളും ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കുകയാണ്. പിന്നെ ദൈവത്തിന് മാത്രമല്ല, വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് തക്കതായ സമയത്ത് എല്ലാം നടന്നിരിക്കും. നിങ്ങളാരും വിഷമിക്കേണ്ട. സിന്ധുമേന പ്രതികരിക്കാതിരിക്കുന്നേ, അല്ല സിന്ധുമേന ഇന്നത് ചെയ്യാണ്ടിരിക്കുന്നേ, ലീഗലി പോകാത്ത, ഇതൊന്നും നിങ്ങളാരും വിഷമിക്കേണ്ട. എല്ലാം അതാത് സമയത്ത് നടന്നിരിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലോ ആ ബെൽ ബട്ടണോട് ഇടിച്ചു പൊട്ടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നതിന് എല്ലാവർക്കും ടാറ്റാ.